ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരു വ്യക്തി എത്ര നല്ലതാണെന്നും എത്ര ചീത്തയാണെന്നും മനസ്സിലാക്കാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. ഒരു വാക്കു മതി, ഒരു പ്രവൃത്തി മതി, ഒരു സാഹചര്യം മതി, അല്ലെങ്കിൽ താങ്ങാനാവാത്തൊരു ആപത്ത് ഘട്ടം മതി. ഇതിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉറച്ചു നിൽക്കുന്ന ഒരാൾ, തന്നിൽ വിശ്വാസമുള്ള ഒരാൾ ഏത് വലിയ പ്രതിസന്ധിയും നേരിടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് തന്നെ പോകും. ദുർബലന്മാരാണ് ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് ചാഞ്ചാടി നിന്ന് അവരുടെ ജീവിതം മുഴുവനും നശിപ്പിക്കുന്നത്. അവർ രണ്ട് കാലിലും ഉറച്ചു നിൽക്കുന്നതിന് പകരം പല കാലുകളെയും ആശ്രയിച്ച് തന്നെ അവർ ജീവിക്കും. അവരെ വ്യക്തിത്വത്തിൽ കൂട്ടാനേ കഴിയില്ല. അവർക്കൊരു നല്ല ഗുണമുണ്ടെന്നോ നല്ലൊരു ജീവിതം ഉണ്ടെന്നോ നല്ലൊരു വ്യക്തിയാണെന്നോ ഒരാൾക്കും പറയാൻ കഴിയില്ല. ഉറച്ചു നിൽക്കുന്ന മനസ്സിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര വലിയ സാഹചര്യങ്ങളെയും ഭംഗിയായി തരണം ചെയ്യും, നന്നായിട്ട് തരണം ചെയ്യും. ഒരു സിംഹം എത്ര വിശന്ന് വലഞ്ഞാലും ആ സിംഹം ഒരിക്കലും പുല്ല് കഴിക്കാറേയില്ല. അതിൻ്റെ ആഹാരം മാത്രമേ അത് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പം എത്ര വിശന്നാലും എത്ര വലഞ്ഞാലും അതിൻ്റെ ആ ഗൗരവവും അതിന് കൊടുത്തിരിക്കുന്ന വ്യക്തിത്വവും അത് ഉറപ്പിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് നല്ല മനുഷ്യർ. ഒരു ജീവികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരേ ഗുണമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല. മനുഷ്യൻ പല ഗുണത്തിൽപ്പെട്ടതാണ്, പല ഗണത്തിൽപ്പെട്ടതാണ്. അവരുടെ രീതിയും വാക്കുകളും പ്രവർത്തികളും സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയും. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ പോലും ഒരേപോലെയുള്ള സ്വഭാവമുള്ളത് കാണുകയേയില്ല. ഇവരെ ഒരേ ഗണത്തിൽ പെടുത്താനും കഴിയില്ല. പലർക്കും പല ഗുണങ്ങൾ കാണും, അതുപോലെ പല ദോഷങ്ങളും കാണും. അവർക്ക് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞ് കൊടുത്ത് എടുക്കാനും കഴിയില്ല. നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ അവരുടെ ഒരു സാഹചര്യം മാത്രം മതി, വാക്ക് മതി, പ്രവൃത്തി മതി. അവരെടുത്തിരിക്കുന്ന ദൗത്യം എത്ര കൃത്യമായി ചെയ്യുന്നു എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ അറിയാം ആ മനുഷ്യൻ്റെ വ്യക്തിത്വം. അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ട് വന്നാലും അവർ അതിൽ ഉറച്ചു തന്നെ നിൽക്കും. ജീവൻ പോയാൽ പോലും അതിൽ നിന്നും പിന്തിരിയുകയും ഇല്ല. അയ്യോ, എൻ്റെ ജീവനാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് അതിൽ നിന്നും പിന്തിരിയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് നല്ല ഒരു ജീവിതമോ നല്ല ഒരു അടുത്തൊരു ജന്മമോ അല്ലെങ്കിൽ അടുത്തൊരു ജീവിതമോ നമ്മൾക്ക് കിട്ടില്ല. എപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു ഉറപ്പ് വേണം, എടുക്കുന്നത് കറക്റ്റാണെന്നുള്ള ബോധം വേണം. ഏത് സാഹചര്യവും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടായിരിക്കണം. ഇതെല്ലാം തരാൻ ഭഗവാന് കഴിയും. ഭഗവാന് മാത്രമേ കഴിയൂ. ഭഗവാന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ നേടുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾക്ക് ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഉടനുടനെ തന്നെ കിട്ടാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ട്. ആ ഭാഗ്യത്തിനെ എടുക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് നമുക്കുള്ളത്. ചീത്തയും നന്മയും എല്ലാം തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും ഉണ്ട്. നല്ലത് തിരഞ്ഞെടുക്കുക. ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കുക. സിംഹത്തിൻ്റെ കഥ പറഞ്ഞതുപോലെ, സിംഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മനുഷ്യർക്കും എല്ലാ തരത്തിലുള്ള കഴിവുകളുണ്ട്. അവർക്ക് പ്രത്യേകതരം കഴിവുകളാണെങ്കിൽ മുഴുവൻ കഴിവും കൊടുത്തിരിക്കുന്നത് ഭഗവാനാണ്. എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയി ജീവിതം സന്തോഷപ്രദമാക്കാനുള്ള സകലതും മണ്ണിലുണ്ട്, ഭൂമിയിലുണ്ട്, എല്ലാ തരത്തിലും നമ്മളിലുണ്ട്. അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ തങ്ങൾക്ക് കഴിയും. എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ കഴിയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ
മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.